എല്ലാ ദിവസവും ഇന്നിപ്പോൾ കേരളത്തിൽ ആനയുടെയോ അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളുടെ ഭീഷണി കൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയാവുള്ളൂ. നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഭരിക്കുന്ന സർക്കാരും അവരുടെ പാർട്ടിയും ഒക്കെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു നാടകമുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. സാധാരണ രീതിയിൽ ഒരാളെ ആന ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു കാട്ടുപോത്ത് ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ നാട്ടിലിറങ്ങുന്നു. അവരെല്ലാവരും സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ടാകുന്നു. അവിടെ കളക്ടർ വരുന്നു, അല്ലെങ്കിൽ RDO വരുന്നു, 10 ലക്ഷം രൂപ കൊടുക്കുന്നു, സമരം അവസാനിപ്പിക്കുന്നു. ഇതിപ്പോൾ എല്ലാ ദിവസവും 1ഉം 2ഉം എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് വലിയ ഒരു പ്രഹസനമാണ്. ഇവിടുത്തെ സാധാരണ പാവപ്പെട്ടവനെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടായത്. ഞാനിത് പറയാൻ കാരണം, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളല്ലാതെ കാട്ട് മൃഗങ്ങളുടെയോ മറ്റ് ഇഴജന്തുക്കളടക്കമുള്ള, ഇപ്പോൾ പരിക്ക് പറ്റിയാൽ മതി, പാമ്പ് കടിച്ചാൽ മതി, അല്ലെങ്കിൽ കുരങ്ങ് ആക്രമിച്ചാൽ മതി, നമ്മുടെ വളർത്തുമൃഗങ്ങളല്ലാതെ ആക്രമിക്കുകയോ അതിന് പരിക്ക് പറ്റുന്ന അനുസരിച്ചിട്ട് അതിനൊരു തുക നിശ്ചയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ കൊടുക്കണമെന്നൊരു നിയമമുണ്ട്. ഇതൊരു സർക്കാരിൻ്റെയും ഔദാര്യമല്ല. അവർക്കത് കൊടുക്കാൻ അർഹപ്പെടണം. പക്ഷെ വലിയൊരു സമരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് സമരങ്ങൾ. ഒന്നുകിൽ അവർ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ അല്ലെങ്കിൽ മെമ്പർമാരെല്ലാവരും ചേർന്ന് ആ പാവപ്പെട്ട മരിച്ച ആളുകളുടെ ബന്ധുക്കളെയൊക്കെ കൂട്ടി സമരം ചെയ്യുകയാണ്. ഇത് ഈ നാട്ടിലെ പ്രഹസനമാണ്. ഒരു സമരവും ചെയ്യാതെ കിട്ടുന്ന പൈസയാണ്, അവർക്ക് അർഹതപ്പെട്ട പൈസയാണ്. എനിക്ക് പറയാനത് മാത്രമല്ല, ഇപ്പോൾ ഓരോ ദിവസവും 1ഉം 2ഉം 3ഉം പേര് മരിക്കുമ്പോൾ നിങ്ങൾ എവിടുന്നാണ്? എനിക്ക് പ്രധാനമായും തോന്നുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണമുണ്ട്. ഉദാഹരണത്തിന് ഫെൻസിങ്, കിടങ്ങ് തുടങ്ങിയ അതിൽ നിന്ന് ഈ പൈസ എടുക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു സംശയം എനിക്ക് ഉണ്ട്. അത് ചില കോണുകളിൽ നിന്ന് അങ്ങനെയും കിട്ടുന്നു. കാരണം നിങ്ങളുടെ ഫണ്ട് അലോക്കേഷനിൽ ഇതുപോലെ പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് എവിടുന്നാണ് പൈസ? അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് അത് പറയാനുള്ളൊരു ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയും അവിടുത്തെ ആളുകളോട് കളിക്കുന്ന ഈ നാടകം അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിലപാട് നോക്കണം. നിങ്ങൾ ഒരു സമരവും ചെയ്തില്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടുന്ന പണമാണിത്. അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഇത് ഈ ധാരണ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ല, അവരെ അറിയിക്കുന്നില്ല. അവരെ കബളിപ്പിച്ചുകൊണ്ട് സമര നാടകം നടത്തി അവർക്ക് പൈസ മേടിച്ചു കൊടുക്കുന്നതായി അല്ലെങ്കിൽ ഞങ്ങളുടെ കനിവ് കൊണ്ട് കൊടുക്കുന്നതായ ഒരു നാടകമാണ്. ഈ നാടകം അവസാനിപ്പിച്ചിട്ട് ക്രിയാത്മകമായ മനുഷ്യന്റെ ജീവനും സ്വത്തിനും അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കാനുള്ള നടപടികളാണ് ഈ കേരളത്തിലെ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്.